കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് പ്രോസിക്യൂഷൻ. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ട വിധി റദ്ദാക്കണമെന്നാണ് ആവശ്യം. പൾസർ സുനി ഉൾപ്പെടെ കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രോസിക്യൂഷൻ. വിധി ക്രിമിനൽ നടപടികളുടെയും സ്വാഭാവിക നീതിയുടെയും ലംഘനമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. നടിയെ ആക്രമിച്ച കേസ് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നാകെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കീഴ്ക്കോടതിയിൽ ഇതുപോലെ സംഭവിക്കാവുന്ന, കാരണം അവിടെ വിധി പറയുന്ന കേസുകളെല്ലാം സ്വാഭാവികമായിട്ട് അപ്പലേറ്റ് കോടതിയിൽ പോകാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കേസും ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീഴ്ക്കോടതിയിൽ തക്കതായ തെളിവുണ്ടായിട്ടും കീഴ്ക്കോടതിയിൽ ശിക്ഷിക്കപ്പെടേണ്ട കേസുകളെല്ലാം ഇതുപോലെ എന്താ പറയുക, കോടതിയുടെ വിവേചനാധികാരം ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ പാളിച്ചകൾ വന്ന് ഇതുപോലെ ഹൈക്കോടതിയിൽ വരുന്ന മാറ്ററുകളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ കേസുകളും കാര്യങ്ങളും ഒരുപാട് തന്നെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പം ജനങ്ങൾക്ക് തക്ക സമയത്ത് നീതി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ജുഡീഷ്യറി ഉള്ളത്. അപ്പം ഈ കേസുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു പോകുന്തോറും എന്തിനാണ് ഈ കീഴ്ക്കോടതികളൊക്കെ സ്ഥാപിതമായിട്ടുള്ളത്? അവിടെ വെച്ച് തീർക്കാവുന്ന കേസുകളെല്ലാം കണ്ടെത്തി ഈ വിചാരണകൾ വർഷങ്ങളോളം എടുത്തുള്ള വിചാരണകളും തെളിവുകളും എല്ലാം നിരത്തി അവിടെ തന്നെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം കോടതികളൊക്കെ സ്ഥാപിതമായിട്ടുള്ളത്. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നീതി ലഭിക്കേണ്ടടുത്ത് നീതി ലഭിക്കാത്ത അവസ്ഥകളും കോടതിയുടെ വിവേചനാധികാരം യഥാർത്ഥ രീതിയിൽ ഉപയോഗിക്കാത്ത അവസ്ഥകളും, അപ്പം ജനങ്ങൾക്ക് ഈ നീതിപീഠത്തോടുള്ള വിശ്വാസവും കുറയുന്ന രീതിയിലുള്ള സമീപനങ്ങളൊക്കെ സമീപകാലത്തായിട്ട് വളരെയധികം ജുഡീഷ്യറിയിൽ വന്നു പോകുന്നു എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് ജനാധിപത്യത്തിൻ്റെ. അപ്പം അതിന് വ്യത്യസ്തമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കേസിൽ മാതൃകാപരമായ ശിക്ഷ തന്നെ ഉറപ്പാക്കും. അതിലൂടെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയോടുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിധിയും കണ്ടെത്തലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വശത്തുനിന്ന് ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു അഭിഭാഷക എന്ന നിലയിൽ തന്നെ ഒരുപാട് കേസുകൾ നമ്മൾ അപ്പീൽ കോടതിയിൽ പോകുമ്പോഴും നമുക്ക് നല്ല ന്യായാധിപന്മാർ അവിടെ നല്ല രീതിയിൽ വിലയിരുത്തുകയും അതിന് ന്യായയുക്തമായി മാതൃകാപരമായ കോട്ടിങ്സോടുകൂടി തന്നെ വിധി പറഞ്ഞ നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. നമുക്കെല്ലാവർക്കും പ്രതീക്ഷയോടെ ഇരിക്കാം. അധികം വൈകാതെ തന്നെ നീതിയുടെ ശബ്ദം നമുക്ക് ശ്രവിക്കാൻ കഴിയും.